കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി പങ്കെടുത്ത ഏകവട്ടമേശ സമ്മേളനം ഏത്? ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകൾ? ബാലഗംഗാധര തിലക്. മൂന്നാമത്തെ ചോദ്യം, പൊളിയുന്ന ബാങ്കിൽ നിന്നും മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, 1857 വിപ്ലവകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു കാനിങ് പ്രഭു. ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ രാജ്ഞിയുടെ പേരിൽ നിർമ്മിച്ച നിർമ്മിതി ഏത്? ഉത്തരം ടൗൺ ഹാൾ. അടുത്ത ക്വസ്റ്റ്യൻ, 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം വി.ഡി. സവർക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് ഏതാണ്? ഉത്തരം താമരയും ചപ്പാത്തിയും. അടുത്ത ക്വസ്റ്റ്യൻ, 1800കളുടെ അവസാനം കോഴിക്കോട് ആരംഭിച്ച സ്ഥാപനമായ കേരള വിദ്യാശാല ഇന്ന് അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. ഏതു പേരിൽ? ഉത്തരം സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഉത്തരം ഖുദിറാം ബോസ്. അടുത്ത ക്വസ്റ്റ്യൻ, 1857 വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ജോൺ ലോറൻസ്. അടുത്ത ചോദ്യം, 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. ആരെയാണ് ഗാന്ധിജി ഇതിനായി ആദ്യം തിരഞ്ഞെടുത്തത്? ഉത്തരം വിനോബാ ഭാവെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനമായി പങ്കെടുത്ത ഏക മലയാളി ആരാണ്? ഉത്തരം ബാരിസ്റ്റർ ജി.പി. പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം? ഉത്തരം 1911 കൊൽക്കത്ത സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 1882 ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച കമ്മിറ്റി മുമ്പാകെ തെളിവ് നൽകിയ വനിത ആര്? ഉത്തരം പണ്ഡിറ്റ് രമാബായി. അടുത്ത ക്വസ്റ്റ്യൻ, ലീഡർ എന്ന പത്രത്തിൽ സ്ഥാപകൻ ആരാണ്? ഉത്തരം മദൻ മോഹൻ മാളവ്യ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം? ഉത്തരം 1929 ലാഹോർ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം? ഉത്തരം സ്വദേശി പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? ഉത്തരം കൈസൻ പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ, കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിളർന്ന കോൺഗ്രസ് സമ്മേളനം? ഉത്തരം സൂറത്ത് സമ്മേളനം 1907. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം? 1929 ലാഹോർ സമ്മേളനം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാർ, ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരികയാണ്.